നമസ്കാരമുണ്ട്. എനിക്കും ഫാമിലി ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇത്തരം വിഷയങ്ങൾ പച്ചക്ക് പറയണത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനാണെന്നാണ് ചിലർ പറഞ്ഞത്. വരുമാനം കിട്ടിയപ്പോൾ ആയിരിക്കാൻ പറ്റാത്തത്. വരുമാനം ഉണ്ടാവണം മനുഷ്യന്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ആരും ധൈര്യപ്പെടില്ല. പൈസ കിട്ടുമെന്നും പറഞ്ഞൊന്നും വേറെ ആരും ഇത് പറയുന്നില്ലല്ലോ. എനിക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ വിഷമം മനസ്സിലാവും, വികാരം മനസ്സിലാവും. ഇവിടെ അനങ്ങിയ സമരമാണ്. തൊഴിലില്ലാത്തതിന് സമരം, മറ്റേയും സമരം, പെൻഷൻ കിട്ടാത്തതിന് സമരം, എന്ന് വേണ്ട അനങ്ങിയ സമരം. പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ കേരളത്തിൽ വാണമടിച്ച് മരിക്കുമ്പോൾ ഒരു യുവജന സംഘടന ഒരു സമരം ഇവിടെ നടത്തുന്നില്ല. നാടിൻ്റെ അധികാരം പോലീസിനാണെങ്കിൽ പെണ്ണുങ്ങളുടെ സാമാനത്തിൻ്റെ അധികാരം പുരുഷൻ്റെ ലിംഗത്തിനാണെന്നുള്ളൊരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. അങ്ങനെ ബലം പ്രയോഗിച്ചല്ല, കൺസെൻറ്റ്. മനുഷ്യനാകുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് മര്യാദകളുണ്ട്. കൺസെൻറ്റ് നല്ല നിലയ്ക്ക് ചോദിക്കുമ്പോൾ സ്വർണ്ണോ പറയാം. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാവണം. ആവശ്യമുള്ളവർ എടുക്കുകയും വേണം. മറ്റുള്ള ജീവികളെ പോലെയല്ല. സ്ത്രീൻ്റെ യോനിൻ്റെ അധികാരം പുരുഷനാണെന്ന് പറയാൻ കാര്യം, ഒരു സ്ത്രീ അവളുടെ ആയുസ്സിൽ ഒരു 420 അണ്ടോ വിക്ഷേപിക്കുള്ളൂ. നീ 450 കൂട്ടിയോ കുറച്ച് കപ്പാസിറ്റിയുള്ള സ്ത്രീ. അത് ശുക്കളായിട്ട് യോജിച്ചിട്ടില്ലെങ്കിൽ അത് വേസ്റ്റാണ്. പക്ഷെ പുരുഷൻ ഒരു പ്രാവശ്യം വരുന്ന ശുക്കളുണ്ടല്ലോ, നല്ല യുവാവായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ശുക്ലം. ഇവിടെ 140 കോടി ജനങ്ങളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ ചെറുപ്പക്കാരൻ വരുന്ന സാധനം മതി ഇന്ത്യയിലുള്ള പെണ്ണുങ്ങളൊക്കെ ഗർഭമാക്കാൻ. അതാണ് പുരുഷൻ എന്ന് പറഞ്ഞൊരു കഴിവുണ്ട്. ഇപ്പോൾ ഈ കോഴിനെ നോക്കിയാൽ നാട് തുറന്നു വിട്ടാൽ പൂവൻ കോഴി എത്ര പെടക്കോഴികളെ കളിക്കും. പെടക്കോഴിൻ്റെ കൺസെൻറ്റ് വാങ്ങിയിട്ടാണ് അത് കളി ചോദിച്ചിട്ടാണ് കയറുക കളിക്കുക. അതിലാന ആയിക്കോട്ടെ. പക്ഷെ പൂച്ചേൻ്റെ പണിയാണ് കുറേ നേരം എന്ന് പറഞ്ഞ് വച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി 4 ആളെ അറിയും. അതാണ് ഈ പൂച്ചപ്പൊലെ ആട്ടുന്നൊരു ചൊല്ലി തന്നെ ഉണ്ട്. അതായത് 4 ആളെ അറിയണ പരിപാടിയാണ്. മറ്റുള്ള ജീവികൾക്ക് അങ്ങനെയല്ല. അപ്പം ഞാൻ നിരന്തരം ശബ്ദിച്ചുകൊണ്ട് നിൽക്കണ ഈ ഒരു കാര്യത്തിനാണ്. കാരണം ഇവിടെ വ്യക്തികൾക്ക് വാണമടിക്കാതെ സ്ത്രീകളെ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം ഓരോ മനുഷ്യനെ എപ്പോൾ മരിച്ചു എന്നറിയില്ല. ഞാൻ കഴിഞ്ഞ 2 വീഡിയോൻ്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞു, 40 വയസ്സായിട്ടൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിൻ്റെ മുലയമ്മ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയത്. അപ്പം അതിനെതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ സദാചാരവും പറഞ്ഞ കുലസ്ത്രീകളായാലും സദാചാര മാമന്മാരായാലും തക്കം കിട്ടിയാൽ ഊക്കണ ആൾക്കാരല്ലേ, എനിക്കറിയാം. അതൊക്കെ ഒരു പോളിഷ്ണിങ്ങാണ്. ഞാൻ മാന്യനാണ്, ഞാൻ അത്തരക്കാരിയല്ല. മനസ്സിലായ? പക്ഷെ എല്ലാവരും അത്തരക്കാർ തന്നെയാണ്. ആരെയൊക്കെയോ ഭയപ്പെട്ട് എവിടെയൊക്കെയോ മാളത്തിൽ ഒളിച്ചിരിക്കുക. എപ്പോഴാണ് സട കുടഞ്ഞ് എഴുന്നേക്കണമെന്നറിയില്ല കാമം. അതൊക്കെ പോട്ടെ. ഇപ്പോൾ കോഴി കൺസെൻ്റ് ഇല്ലാണ്ട് വെടിവെക്കുന്ന കരുതി മനുഷ്യൻ കൺസെൻ്റ് ഇല്ലാണ്ട് വെടിവെക്കാൻ പറ്റില്ല. ഇപ്പോൾ സിനിമാ താരങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നടികളായാലും നടന്മാരും ഒക്കെ ഊക്കണത്. അതൊക്കെ പോട്ടെ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണില്ല. കാരണം ഇത് കല്യാണ വീട്ടിലെ കള്ളവെടിയാണ്. എനിക്കൊരു 15 വയസ്സ് 16 വയസ്സുണ്ടാവും. ഒരു കല്യാണം ഉണ്ടായാലേ ഇപ്പോഴത്തെ പോലെ ഓഡിറ്റോറിയത്തിൽ പരിപാടിയില്ല, ഓരോ വീടുകളിലാണ് ആ പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്ത 3-4 വീടൊക്കെ എൻഗേജ് ആയിക്കും. കുട്ടികളെ മക്കളൊക്കെ ഓരോ സ്ഥലത്തേക്ക് കിടത്തും. അപ്പോൾ നമുക്ക് സൈഡ് ബിസിനസ്സൊക്കെ ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ ഞാനൊരു സാധനത്തിന് ഒപ്പിച്ച്, അപ്പോൾ ഞാനൊക്കെ പിള്ളേരുടെ കാറ്റഗറി. അപ്പോൾ ഞാൻ ഒരു മുറിയിലൊരു അപ്പുറത്തെ വീട്ടിൽ ഒരു മൂലക്കാണുള്ളത്. അപ്പോൾ ആരെങ്കിലും വാതിൽ തുറന്നാലൊക്കെ പുതപ്പ് തലയിൽ കൂടിയിട്ട് ആരാണ് കിടക്കണമെന്നൊന്നും അറിയില്ല, ഉറങ്ങല്ലേ. പിള്ളേർ പുതപ്പിൻ്റെ ഉള്ളിൽ ഊക്കിക്കൊണ്ടിരിക്കുകയെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ നിൽക്കണ ഒരു വീട്ടിൽ അവിടെ ഒരു അച്ഛനുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അയാൾ 1 മണിയൊക്കെ ആയപ്പോണ്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന്. ഇയാളുടെയൊക്കെ ബന്ധു ശരിക്കും പെങ്ങളായിട്ട് വരും. ഞങ്ങളുടെയൊക്കെ ഒരു ബന്ധുക്കൾ തന്നെ ഈ വന്ന ആണും പെണ്ണും.
കെട്ടിച്ച് വിട്ട പെണ്ണാണ്, കല്യാണം പ്രമാണിച്ച് വന്ന. എന്നാൽ തലേ ദിവസം നോക്കി കളയാമെന്ന് കരുതി ഇയാൾ കൊടുന്ന. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ കിടക്കണേ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പിള്ളേരവിടെയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട്. ഇവിടെ ഞാൻ ഉറങ്ങിയിട്ടെന്ന് കുറഞ്ഞൊരു വെളിച്ചമുണ്ട് ആ മുറിയിൽ. ഇയാൾ കൊണ്ടുവന്നിട്ട് 1 മണിക്കൂർ ആ പെണ്ണിനെ നന്നായിട്ട് ഊക്കി. ഞാനത് കണ്ടിട്ട് ഇവിടെ എൻ്റെ ഒപ്പം ഉള്ള പെണ്ണും ഇത് കാണുന്നുണ്ട്. ഞങ്ങൾക്കപ്പോൾ വികാരം കൂടെ ലൈവായിട്ട് ഊക്കണ കാണാൻ പറ്റുകയാണല്ലോ. അതൊക്കെ പോട്ടെ. അപ്പം ഞാനിവിടെ സൈഡിൽ കൂടിയൊക്കെ ഒരു കാല് ബന്ധിച്ച് വെച്ചിട്ടും കയറ്റും. അത് അങ്ങനെയൊക്കെയാണ് പരിപാടി. മോളിൽ കയറി അടിച്ചാൽ വേറെ പിള്ളേർ കണ്ടല്ല വിചാരിച്ചേ. പിന്നെ നമുക്ക് നേരം വെളുക്കോളം ടൈമുണ്ട്. ഇയാളെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കല്ല. കാരണം ഇവരൊക്കെ അന്വേഷിക്കും അവളെവിടെ അയാളെവിടെ എന്നൊക്കെ. അതിൻ്റെ ഇടവേളകളിൽ വന്ന് മൂക്കി പോവുക. അതങ്ങനെ വാതിലടച്ച് അവർ പോയി. ഈ പെണ്ണ് പരിപാടി കഴിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഒരു പോക്ക്. ഇത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ മഹാനെ ഈ കൂക്കി പുണ്ടായ പെണ്ണില്ലേ അതിൻ്റെ അനുജത്തിനെ കൊണ്ടുവരണം. അതും കെട്ടിച്ച് വിട്ട കഥാപാത്രം തന്നെ. എൻ്റെ അമ്മോ, ഇവനൊരു KK ജോസഫാണല്ലോ. മിണ്ടാൻ പറ്റുക? ഞാനിവിടെ ഇത് ചെയ്തുകൊണ്ട് കിടക്കുക. ഇത് കുറേ സമയം നീണ്ടുന്നു. കാരണം ഈ 2 മണിക്ക് ശേഷമാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ആ നേരമൊക്കെ ആകുമ്പം ഒരുവിധം ആൾക്കാരൊക്കെ സൈഡാവും. പിന്നെ ആരും അങ്ങനെ അന്വേഷിക്കില്ല പരസ്പരം. കല്യാണ വീട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എവിടെയെങ്കിലും പോയി ഉറങ്ങണ്ടാവുമെന്ന് വിചാരിക്കും. അത് മുതലെടുക്കുകയാണ് അവർ. ഇപ്പോൾ എത്ര നേരമാണ് അടിച്ച് കൊടുക്കണമെങ്കിൽ. കാരണം ഇയാൾ ഒരു വട്ടം കളിച്ച് പോയതാണല്ലോ. ഫസ്റ്റ് കളിക്കാൻ ആ വെള്ളം വേഗം വരുള്ളൂ. പിന്നത്തെ കളിക്ക് ടൈമും കിട്ടും. പക്ഷെ അനിയത്തിക്ക് അറിയില്ല ചേച്ചിനെ കളിച്ചിട്ടാണ് ഇയാൾ പോയത്. പിന്നെ കൊണ്ടുവന്നതെന്ന് അവൾക്കറിയാൻ ചാൻസ് കുറവാണ്. കാരണം പുറമെ എല്ലാവരും പുണ്യാളന്മാരും പുണ്യാളത്തികളാണല്ലോ. ഈ KK ജോസഫ് എന്നിലും വില്ലലാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അയാളൊക്കെ ഉണ്ടല്ലോ, ഡെയിലി പള്ളിയിൽ പോവും, ഞായറാഴ്ച പള്ളിയിൽ പോവും, എന്ത് കാര്യത്തിനും പള്ളിയിൽ ശ്രമദാനം, തവല കൊട്ടും, പള്ളിയിൽ കൊയറിന് ഫുൾ ആക്റ്റീവാണ്. ഒരാളും അയാളെ കുറ്റം പറയില്ല. അങ്ങനത്തെ ആളാണ്. ഒരു നൈറ്റിൽ ഒരു വീട്ടിലെ ചേച്ചിനെ അനിയത്തിനെയും കളിച്ച്. പക്ഷെ ഇപ്പം ഒന്നും നടക്കില്ല. ഇപ്പം തമ്മിൽ വീഡിയോ പിടിക്കലും ഒരാൾ പോയി അതിൻ്റെ പിന്നാലെ കൂടി വളഞ്ഞ് പിടിക്കലും നാശമായിപ്പോയി. നമ്മുടെ കേരളം നശിച്ചു പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കളീൻ്റെ കാര്യത്തിൽ ഒരു സോഷ്യലിസം വരണം. എന്ത് ഇവർക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ 1000 ചെറുപ്പക്കാർ വാണമടിച്ച് മരിക്കുമ്പോൾ എന്തേ സർക്കാർ നടപടി ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചൊരു മുദ്രാവാക്യം, ഒരു നിരാഹാര സത്യാഗ്രഹമൊക്കെ വെച്ചാൽ ഇവിടെ മെൻസ് അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, വെക്കണില്ല. ഒക്കെ സദാചാരത്തിൻ്റെ ആൾക്കാരാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ കളി ചോദിക്കാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ യെസ് ഓർ നോ പറയാനുള്ളൊരു ഫ്രീഡം ഈ നാട്ടിൽ വരുവോളം ഞാനിതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലാണ്ട് എന്നെ കയറി ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നെ തെറി പറഞ്ഞ ആൾക്കാരൊക്കെ കിട്ടാത്ത ആൾക്കാരാണ്. ഒരു രക്ഷയില്ലാണ്ട് നടക്കാൻ അനാഥപ്രേതങ്ങളാണ്. നമസ്കാരം.